വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ ചെറിയൊരു സംരംഭം. അതായത് പപ്പ പറഞ്ഞ പോലെ വയ്യാതായിരുന്ന സമയത്ത് പുള്ളി ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യമാണ് ഒരു ജിമ്മ് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അതാകുമ്പോൾ വെറുതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ട് പിന്നെ പോകാതിരിക്കുന്നതിനും പകരം ബാക്കിയുള്ളൊരു ഓണമൊന്ന് വർക്കൗട്ട് ചെയ്തോളൂ നമുക്ക് ചെയ്യാനോ എന്നുള്ളൊരു മൈൻഡിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഇറങ്ങിയ സമയത്തും ഉദ്ഘാടനം ഒരുമിച്ചായത് എങ്ങനെയാണ്? അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുറത്തായതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഇന്ന് തന്നെ കിട്ടിയൊരു ഭാഗ്യമാണ്. കൃത്യം ഞാൻ ഔട്ടായി നാട്ടിലെത്തി അതേ ദിവസം തന്നെയാണ് ഇവർ നേരത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് കിട്ടി. അതിൽ സന്തോഷം. തുടർന്നും ഉദ്ഘാടന വേദികളിൽ കാണാൻ കഴിയും. ഞാനല്ലല്ലോ, അത് റോജിച്ചാനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാം. ജിൻഡോ വന്നു കഴിഞ്ഞാൽ ജിൻഡോനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഉറപ്പായിട്ടും. ഇതാണ് പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞ ജിമ്മ്. പല അവസരങ്ങളിലും തല്ലുപിടിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളിൽ പറഞ്ഞിരുന്ന ആ ജിമ്മാണ് ഈ ജിമ്മ്. അതായത് നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞിരുന്ന ജിമ്മാണ് ഈ ജിമ്മ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജിൻഡോ ചേട്ടൻ ഒരു ദിവസം കൂടെ കൊണ്ടുവരണം. ഞാനിപ്പോൾ ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനിക്ക് അറിയാം. ബ്രോ നീ ഇപ്പോൾ തിരിച്ച് പോകാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എത്ര പ്രാവശ്യം പറയണം, ഞാൻ പോകാൻ റെഡി. നിങ്ങൾ എന്നോട് ഇല്ല പോകാൻ എനിക്ക് താല്പര്യമുണ്ട് സത്യം. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു. അതായത് നാളെ എന്തോ ഹോട്ടലിൻ്റെ ടാസ്ക്കാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, പകുതി ആയിട്ടുണ്ടാവും. പക്ഷെ അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു. കളിക്കാൻ രസമുള്ള പരിപാടിയായിരുന്നു ഗെയിം. അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. അതായത് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സ്പേസിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകുന്നതാണ് തോന്നുന്നത്. ഞാനിപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണം